മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രതാപനക്കാണെങ്കിൽ മാർക്കോയുടെ കയ്യിൽ നിന്ന് നല്ല പണി കിട്ടുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത്. അത് വേറെ ഒന്നുമല്ല, ഈ കണ്ണനും മഹാലക്ഷ്മിയും പോയതിന് ശേഷം ഈ കരുണ പ്രതാപനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛൻ അവരിവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, രണ്ടുപേരും ഒരുമിച്ചുണ്ട്, ഇന്ന് തന്നെ അച്ഛൻ എന്നെ ആ സന്തോഷ വാർത്ത കേൾപ്പിക്കണം. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇന്നത് നടത്തിയിരിക്കും, ഇനി അതിനൊരു താമസമില്ല. ഇത്രയും നാൾ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചതാണ്, എൻ്റെ ലോറിയെ ഞാൻ ഇന്ന് തന്നെ രംഗത്തിറക്കും, അതിനുവേണ്ട എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ കരുണയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് കരുണ ഉണ്ണിയോട് വിവരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നീ എനിക്ക് ഒരുപാട് പ്രതീക്ഷയൊന്നും തരണ്ട, നിൻ്റെ ആ മണ്ടനായ അച്ഛനെ കൊണ്ട് ഒന്നും സാധിക്കില്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം അങ്ങനെ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് നിരാശപ്പെടേണ്ടി വന്നതാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. കാര്യം എന്തായാലും നടക്കട്ടെ, നടന്നു കഴിഞ്ഞിട്ടേ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കണുള്ളൂ. എന്തായാലും നീ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട. അന്നേരം കരുണ പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് അവനും പോയിട്ടുണ്ടല്ലോ, ഇനി അവർ ഒരിക്കലും തിരിച്ചു വരില്ല. അച്ഛൻ എൻ്റെ സങ്കടം കണ്ടിട്ട് ഇന്ന് തന്നെ അവരെ തീർക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് സാഗറിനെ കാണുമ്പോൾ ഉണ്ണിയാണെങ്കിൽ സാഗറിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പം സാഗറാണെങ്കിൽ പേടിച്ച് നിൽക്കണമൊന്നുമില്ല. അതേ രീതിയിൽ തന്നെ സാഗർ തിരിച്ച് ഉണ്ണിയോടും നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ട്. അന്നേരം ഉണ്ണിയാണെങ്കിൽ സാഗറിനെ തല്ലാൻ തുടങ്ങുന്ന സമയത്ത് സാഗർ വേഗം തന്നെ ഈ ഉണ്ണിയുടെ കയ്യെ കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സംസാരമാവാം, പക്ഷേ എൻ്റെ നേരെ കൈ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വേദനിക്കുന്നത് നിനക്കായിരിക്കും, ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കുകയൊന്നുമില്ല എന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ എൻ്റെ സാഗരേട്ടനെ തല്ലാനായിട്ട് കൈ വാങ്ങാൻ? എന്തായാലും സാഗരേട്ടനൊരാണ്, നിങ്ങളുടെ തല്ല് കൊണ്ടുകൊണ്ട് നിൽക്കുകയൊന്നുമില്ല, പിന്നെ നിങ്ങളെ കൂട്ട് ഭാര്യയുടെ വർത്തമാനം കേട്ടുകൊണ്ട് നടക്കണവനല്ല എൻ്റെ സാഗരേട്ടൻ എന്നൊക്കെ പറഞ്ഞ് മഞ്ജു ഉണ്ണിയെ നല്ലോണം പരിഹസിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ പ്രതാപനാണെങ്കിൽ പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ മോള് വിളിച്ചിരുന്നു, എന്താടാ മോള് പറഞ്ഞ്? അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, കമലേശ്വരത്തെ തമ്പുരാനും തമ്പുരാട്ടിയും പുറത്തേക്ക് പോയി എന്നാണ് പറഞ്ഞത്, രണ്ടുപേരും ഒരുമിച്ച് ഒരു കാറിലാണ് പോയേക്കണേ, ഇന്ന് തന്നെ അവരുടെ പണി തീർക്കണം എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് വേണോടാ, നീ എത്ര നിസ്സാരമായിട്ടോ ഇതൊക്കെ പറയണേ, ഒരു പട്ടീനെയും പൂച്ചേനെയും കൊല്ലണ പോലെയൊന്നുമല്ല, അവർ മനുഷ്യന്മാരാ, എന്തായാലും ഇതിൽ നീ പിടിക്കപ്പെട്ടാൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് കുഴപ്പമില്ല അമ്മേ, എൻ്റെ മോളുടെ സന്തോഷം കാണാൻ വേണ്ടി ജയിലിൽ പോകാനും എനിക്ക് പേടിയില്ല. അത് മാത്രമല്ല, ആ വാമദേവൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ കണ്ണൻ്റെ സ്വത്തൊക്കെ അനുഭവിച്ച് ജീവിക്കാമെന്ന്, അയാളെ ഞാൻ വെറുതെ വിടാനൊന്നും പോകണില്ല, പോകുമ്പോൾ അയാളെയും കൂടെ കൊണ്ടുപോകുന്ന. പിന്നീട് കാണിക്കുന്നത് കണ്ണനും മഹാലക്ഷ്മിയും കാറിൽ പോണ സമയത്ത് കണ്ണനാണെങ്കിൽ ആ ഡ്രൈവറോട് പറയുന്നുണ്ട്, ചേട്ടാ അവരുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്, എന്തായാലും ചേട്ടനൊന്ന് സൂക്ഷിക്കണം, ഞങ്ങൾ തൽക്കാലം ഈ കാറിൽ വരുന്നില്ല, ഞങ്ങൾ വേറെ കാറിൽ വന്നോളാം, എന്നാൽ സാറ് വേറെ കാറിൽ പോയിക്കോ, എന്തായാലും അയാൾ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ തന്നെ ഈ കാറിനെ അല്ലേ ഫോളോ ചെയ്യുള്ളൂ, അതുമാത്രമല്ല ഞാൻ മാർക്കോയെ വിളിച്ച് വിവരം പറഞ്ഞേക്കാം. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് ചേട്ടൻ പറഞ്ഞത് നേരാ, മാർക്കോയെ വിളിച്ച് വിവരം പറഞ്ഞുതരാം, ആരെങ്കിലും നമ്മളെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും മാർക്കോ തന്നെ കണ്ടുപിടിച്ചോളൂന്ന്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, വേറെ ആരും ആയിരിക്കില്ല, മിക്കവാറും തൻ്റെ രണ്ടാനച്ഛൻ തന്നെയായിരിക്കും നമ്മളെ കൊല്ലാനായിട്ട് ഇറങ്ങുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഞ്ജുവും സാഗറും കൂടെ റൂമിലിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, സാഗറേട്ടൻ അത്രയൊക്കെ സംസാരം അവിടെ പറഞ്ഞിട്ടും കരുണയെടുത്തി ഒരക്ഷരം പോലും പറഞ്ഞില്ലല്ലോ, സാധാരണ കരുണയെടുത്തി അങ്ങനെ എന്തെങ്കിലും കേട്ടാൽ തല്ലാൻ വരണതാ, ഇന്ന് എന്തു പറ്റിയാവോ എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എല്ലാം കൈവിട്ട് പോയല്ലോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, അവരെത്ര കിട്ടിയാലും പഠിക്കാത്തവരാ, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കണ്ണേട്ടനെയും എടുത്തേയും കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണോ അവളൊന്നും മിണ്ടാണ്ടിരുന്നത്, അവളെ വിശ്വസിക്കാൻ പറ്റില്ല, എൻ്റെ അമ്മേനേക്കാളും ദുഷ്ട മനസ്സ് അവളുടെ. നേരം സാഗർ മഞ്ജുവിനോട് പറയുന്നുണ്ട്, എന്തായാലും ലക്ഷ്മി എടുത്തി അവളുടെ സ്വന്തം ചേച്ചിയല്ലേ, അച്ഛൻ വേറെയാണെന്നല്ലേ ഉള്ളൂ, അമ്മ രണ്ടും ഒന്നല്ലേ, എന്നിട്ടും അവൾ എന്തിനാ ലക്ഷ്മി എടുത്തിയോട് ഇങ്ങനെ പക കൊണ്ടേ നടക്കണേന്ന് ചോദിക്കുമ്പോൾ അവളുടെ വീട്ടിൽ ഒരു വേലക്കാരിയെ കൂട്ട ലക്ഷ്മി എടുത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെയുള്ള ലക്ഷ്മി എടുത്ത് ഇവിടെ വന്ന് അവളുടെ വേലക്കാരിയായിട്ട് ജീവിച്ചോളൂ എന്നും പറഞ്ഞാൽ അവളുടെ അച്ഛനെ ലക്ഷ്മിയെടുത്തേയും കൂടി വിവാഹം കഴിച്ചു വിട്ടത്. ഇവിടെ വന്നപ്പം കണ്ണേട്ടനെ അതിനൊന്നും അനുവദിച്ചില്ല, അതിൻ്റെ ദേഷ്യം അവൾക്ക്. എന്തായാലും ലക്ഷ്മിയെടുത്തി സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ അവൾക്ക് ഇഷ്ടമല്ല, അത് അവൾക്ക് ഒട്ടും സഹിക്കാത്ത കാര്യം, ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അവൾക്ക് കുഴപ്പമില്ല, ലക്ഷ്മിയെടുത്തിയും കണ്ണേട്ടനെയും എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മി ആണെങ്കിൽ വേറെ കാറ് വരുത്തി അതിൽ കയറി പോകുന്നുണ്ട്. ആ കാറാണെങ്കിൽ കണ്ണൻ തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ കാറ് മാറിയത് നന്നായി കണ്ണേട്ടാ, ഇനിയിപ്പോൾ കരുണയുടെ അച്ഛൻ നമ്മളെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ കാറിൻ്റെ പിന്നാലെ അല്ലേ പോകുള്ളൂ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതും പ്രശ്നമാണ്, സതീഷ് ചേട്ടന് എന്തെങ്കിലും പ്രശ്നം വന്നാലോ,
അതുകൊണ്ട് ഞാൻ സതീഷേട്ടനെ വിളിച്ച് വിവരങ്ങൾ പറയാമെന്ന് പറഞ്ഞ് കണ്ണൻ ഫോണെടുത്ത് ഡ്രൈവറെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ചേട്ടൻ സൂക്ഷിക്കണം, ആ കാറുമായിട്ട് ചേട്ടൻ എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് നിന്നോ, ആ കാറുമായിട്ട് എങ്ങോട്ടും പോകണ്ട, കാരണം ആ കാറിനെ പിന്തുടർന്ന് മിക്കവാറും കരുണയുടെ അച്ഛൻ വരുന്നുണ്ടാവുന്നു. ആ സമയത്ത് ഇയാൾ പറയുന്നുണ്ട്, അതിലും എനിക്ക് സംശയമുണ്ട് സാറേ, അതുകൊണ്ട് തന്നെ ഞാൻ കാറിവിടെ ഒതുക്കിയിട്ടിട്ട് ഇവിടെ കടയിൽ നിൽക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനാണെങ്കിൽ പ്രതാപൻ്റെ ആ ഒരു ലോറി എടുക്കാനായിട്ട് ചെന്നേക്കാണ്. അങ്ങനെ ആ ലോറിയുടെ മുമ്പിൽ എന്നിട്ട് പ്രതാപൻ പറയുന്നുണ്ട്, ഇന്നത്തോടുകൂടി കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ആയുസ് തീരും, ഇവനാണ് എൻ്റെ രാശിയുള്ള വണ്ടി. എന്തായാലും ഈ വണ്ടി കുറച്ച് നാളായിട്ട് ഞാൻ പുറത്തിറക്കാതെ വച്ചിരിക്കുകയായിരുന്നു, ഇപ്പോൾ അതിനുള്ള അവസരം വന്നു, ഇനിയിപ്പോൾ ഞാൻ ഒട്ടും അമാന്തിക്കണില്ല, ഇനിയിപ്പോൾ ജയിലിൽ പോയാലും കുഴപ്പമില്ല, എൻ്റെ മോള് സന്തോഷമായിട്ടിരിക്കണം, ആ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ജീവിതം കണ്ട് എൻ്റെ മോളുടെ കണ്ണൊരിക്കലും നിറയരുത്, ഇന്നത്തോടുകൂടി മഹാലക്ഷ്മിയെയും കണ്ണനെയും പട്ടടയിലേക്ക് എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ലോറിയായിട്ട് ഇറങ്ങണേന്നും പറഞ്ഞുകൊണ്ട് ലോറി എടുത്തുകൊണ്ട് മാറുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മി ആണെങ്കിൽ ബീച്ചിൽ പോയി നിൽക്കുകയാണ്. ആ സമയത്ത് മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്, എത്ര കാലമായി കണ്ണേട്ടാ നമ്മളൊന്ന് സ്വസ്ഥമായിട്ട് നടന്നിട്ട് പോലും, അതെങ്ങനെയാണ് നമുക്ക് ചുറ്റും എപ്പോഴും ആളുകളല്ലേ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അത് താൻ പറഞ്ഞത് നേരാ, ഒന്ന് സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് നടക്കാൻ പോലും പറ്റണില്ല, എന്തായാലും അന്ന് നമ്മളെ ഉണ്ണി ഫോളോ ചെയ്ത് വന്ന് നമ്മളുടെ കാര്യങ്ങൾ കണ്ടുപിടിച്ചതുപോലെ ഇനിയും അവൻ നമ്മളെ ഫോളോ ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. ഇപ്പം അവർക്കാർക്കും കണ്ണേട്ടൻ നടന്നു തുടങ്ങിയ കാര്യം അറിയില്ല. നമുക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകാമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഇത്ര ദേഷ്യമാണെങ്കിൽ കണ്ണേട്ടൻ നടന്നു തുടങ്ങി എന്നുള്ള സത്യം അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല കണ്ണേട്ട, അതുകൊണ്ട് ഈ സത്യം ഒരിക്കലും ആരും അറിയരുതെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അറിയുവാണെങ്കിൽ അറിയട്ടേടോ, എന്നെ നേരിട്ട് ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ച് കൈകാര്യം ചെയ്യാനുള്ള കഴിവൊക്കെ എനിക്കിപ്പോൾ ഉണ്ട്, പണ്ടത്തെ കണ്ണനല്ല ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, അതോർത്ത് താൻ പേടിക്കുകയൊന്നും വേണ്ട. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നാലും ഇനി നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ കണ്ണേട്ടാ, എന്താ താൻ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, അന്ന് ആ വിഷം ഉള്ളിൽ ചെന്നതിൻ്റെ പേരിൽ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്നാലും ആ പ്രതാപൻ്റെ അമ്മയും കൂടി എത്ര ബുദ്ധിപരമായിട്ടാണ് തന്നെയും കൊണ്ട് ആ വിഷം കഴിപ്പിച്ചത്, ഇവരൊക്കെ ഇങ്ങനെയായി പോയെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അയാൾക്ക് പണ്ട് മുതലേ ഒരു കൊലയാളി മനസ്സാണ്, അയാൾക്കൊരു ലോറി ഉണ്ട്, ആ ലോറി വെച്ച് അയാൾ പലരെയും അപകടത്തിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ഇനി എൻ്റെ അച്ഛനും ഞാനും പോയിക്കൊണ്ടിരുന്ന ബൈക്കിലേക്ക് ലോറി ഓടിച്ച് കയറ്റിയത് അയാളെങ്ങാനും ആയിരിക്കുമോ മഹീന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ അങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കരുണേനെയാണ്. കരുണയാണെങ്കിൽ കരുണയുടെ വീട്ടിലോട്ട് ചെല്ലാണ്. വീട്ടിൽ ചെന്നതും മുത്തശ്ശീനോട്, എന്താ ഈ മുത്തശ്ശി അച്ഛൻ വിളിച്ചോന്ന് ചോദിക്കുമ്പം, ഇല്ല മോളെ അവൻ വിളിച്ചില്ല, മോളെന്താ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം, ഞാനിനി ഇവിടെയാണ് നിൽക്കുന്നത്, എന്തായാലും ആ കണ്ണനെയും മഹാലക്ഷ്മിയെയും വെള്ളം പതിപ്പിച്ച് കമലേശ്വരത്ത് കൊണ്ടുവരുമല്ലോ, അന്നേരം ഞാൻ അങ്ങോട്ട് പോകണുള്ളൂ, അതും അവരുടെ രണ്ടുപേരുടെയും തലഭാഗത്തിരുന്ന് കരയാൻ വേണ്ടിയിട്ടെന്ന്. ഇത് കേട്ടുകൊണ്ട് നമ്മളുടെ മോഹിനി വരുന്നുണ്ട്. അപ്പോൾ തന്നെ മോഹിനിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോള് ഒരുപാട് പ്രതീക്ഷിക്കൊന്നും വേണ്ട, ഇതിനു മുമ്പ് പല പ്രാവശ്യം കണ്ണനെയും മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് എന്തൊക്കെ പ്ലാൻ ചെയ്തതാ പ്രതാപനും വാമദേവനൊക്കെ, എന്നിട്ട് അതെന്തെങ്കിലും നടന്നോ, അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശി, ഇതെനിക്ക് അച്ഛൻ നടത്തി തരും, അച്ഛൻ എനിക്ക് വാക്ക് തന്നേക്കണതാ, എൻ്റെ സന്തോഷത്തിന് വേണ്ടി അച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ നമ്മളിവിടെ നിന്ന് സംസാരിക്കണ്ട, അവളെങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്ന് പറയണം. അങ്ങനെ നമ്മളുടെ മോഹിനി ഈ കാര്യം കേട്ടതും വേഗം തന്നെ ഫോണെടുത്ത് മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെ ഉണ്ണീനെയാണ്. ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, കരുണമോൾ എന്താടാ ഇപ്പോൾ വീട്ടിൽ പോയെന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഉണ്ട് അമ്മേ, എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി കരുണ തിരിച്ചു വരും, അവൾ വരുമ്പം അവൾ സന്തോഷത്തോടു കൂടി തന്നെ വരുള്ളൂ എന്ന് പറയുമ്പോൾ, നീ എന്തൊക്കെയാണ് ഉണ്ണി പറയണേന്ന് ചോദിക്കണം. എൻ്റെ രണ്ടാനച്ഛൻ എന്തായാലും മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും കാര്യത്തിൽ ഉറച്ചൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കണ്ണനും മഹാലക്ഷ്മിയും തിരിച്ച് വീട്ടിലോട്ട് വരുന്ന കാര്യം സംശയമാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മോഹിനിനെയാണ്. മോഹിനി മഹാലക്ഷ്മിക്ക് വിളിച്ചിട്ട് മഹാലക്ഷ്മി ഫോൺ എടുക്കാത്തതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമിച്ച്, ഇതെന്താ മോള് ഫോൺ എടുക്കാത്ത, ഇനി പ്രതാപേട്ടനെങ്ങാനും അവരെന്തെങ്കിലും ചെയ്ത് കാണുമെന്നൊക്കെ ആലോചിച്ച് എന്തായാലും അനന്തുവിനോ ലേഖയ്ക്കോ ആർക്കെങ്കിലും വിളിക്കാമെന്നും പറഞ്ഞ് വേഗം ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്. അങ്ങനെ ലേഹയുടെ ഫോൺ ബെല്ലടിക്കുന്നതും ലേഹ ഫോൺ എടുത്തിട്ട് മഹിയുടെ അമ്മയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അനന്ത് പറയുന്നുണ്ട്, നീ കോൾ അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ലേഹ കോൾ അറ്റൻഡ് ചെയ്തിട്ട് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, അത് മോളെ
ലക്ഷ്മി മോളും കണ്ണനും എവിടെയാണ്, ലക്ഷ്മി മോൾ അവിടെ ഉണ്ടോ, വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ എന്ന് പറയുമ്പം ഈ ലേഖ പറയുന്നുണ്ട്, കണ്ണേട്ടനും മഹാലക്ഷ്മിയും എവിടെയോ കറങ്ങാൻ പോയേക്കാലോ അമ്മേ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം അതല്ല മോളെ, ഒരു പ്രശ്നമുണ്ട്, എത്രയും പെട്ടെന്ന് മോൾ കണ്ണനെയോ മഹാലക്ഷ്മിയോ വിളിച്ച് ഈ വിവരം പറയണം. പ്രതാപേട്ടൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ കരുണ വന്നിട്ടുണ്ട്, കരുണയും അവളുടെ മുത്തശ്ശിയും കൂടെ പറയണേ ഞാൻ കേട്ടതാ. കണ്ണനെയും മഹാലക്ഷ്മിനെയും വെള്ളം പൊതിപ്പിച്ച് കിടത്തിയിട്ട് ഇനി അവൾ കമലേശ്വരത്തേക്ക് പോകണുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്തായാലും പ്രതാപേട്ടൻ്റെ ലോറിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അയാൾക്ക് കൊല്ലാനൊന്നും ഒരു മടിയില്ലാത്തതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിവരം കണ്ണനെയും ലക്ഷ്മി മോളെ അറിയിക്കണം. അത് കേട്ടതും ലേഖയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് ഫോൺ വെച്ചിട്ട് അനന്തുവിനോട് വിവരം പറഞ്ഞതും അനന്തു വേഗം തന്നെ ഫോൺ എടുത്ത് മാർക്കോയ്ക്ക് വിളിക്കുന്നുണ്ട്. അതുപോലെ ലേഖയാണെങ്കിൽ കണ്ണനും വിളിക്കുന്നുണ്ട്. കണ്ണൻ ഫോൺ എടുത്തതും ലേഖ പറയുന്നുണ്ട്, കണ്ണേട്ടനിപ്പോൾ എവിടെയാണ്, കണ്ണേട്ടൻ്റെയും മഹിയുടെയും പിന്നാലെ അപകടമുണ്ട്, ആ പ്രതാപൻ നിങ്ങളെ കൊല്ലാനായിട്ട് ലോറി എടുത്ത് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. ഇതേ സമയം തന്നെ അനന്തു മാർക്കോയോടും പറയുന്നുണ്ട്, മാർക്കോ കണ്ണനെയും മഹീനെയും കൊല്ലാൻ വേണ്ടിയിട്ട് ആ പ്രതാപൻ ലോറിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അയാൾ ഒരിക്കലും കണ്ണനെയും മഹീനെയും കണ്ടെത്തരുത്, അയാൾക്ക് ഇനി ഒരിക്കലും ലോറി ഓടിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ പോകാനും പറ്റരുത്, നീ എന്താണെന്ന് വെച്ചാൽ വേണ്ടത് ചെയ്തോളാൻ. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, പല പ്രാവശ്യം അയാൾക്ക് ഞാൻ താക്കീത് കൊടുത്തതാണ്, ഇനിയും അവൻ നന്നായില്ലെങ്കിൽ അവനക്ക് കൊടുക്കേണ്ടത് എന്താണെന്ന് എനിക്കറിയാം, എന്തായാലും സാറ് പേടിക്കണ്ട, കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും ഒരാപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് മാർക്കോ ഫോൺ വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ കണ്ണൻ്റെ വണ്ടി വരുന്നതും നോക്കി ലോറി ഒരു ഭാഗത്ത് ഒതുക്കിയിട്ടിങ്ങനെ കാത്ത് നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മളുടെ മാർക്കോ അങ്ങോട്ട് വരുന്നത്. മാർക്കോയെ കണ്ടതും പ്രതാപനക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു പേടിയൊക്കെ ആവുന്നുണ്ട്, ഇനി ഇവനക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടായിരിക്കും ഇവനിങ്ങോട്ട് വന്നേന്ന്. അങ്ങനെ മാർക്കോ വന്നിട്ട്, എന്താടാ പ്രതാപ, നീ എന്തിനാ ഇവിടെ വണ്ടിയായിട്ട് കിടക്കണേന്ന് ചോദിക്കുമ്പം പ്രതാപനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.